അമേരിക്കൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനെന്ന പേരിൽ ഇസ്രായേൽ യുഎസ് സ്ഥാപിച്ച ആയുധ സംഭരണ കേന്ദ്രം ഗാസയിൽ വിതയ്ക്കുന്നത് മഹാനാശമാണ്. ഇസ്രായേലിന് നിർബാധം ഉപയോഗിക്കാൻ ഇത് തുറന്നു നൽകിയതോടെയാണ് മാനദണ്ഡങ്ങളേതുമില്ലാതെ നിരപരാധികളായ സിവിലിയന്മാർക്കുമേൽ ഇസ്രായേൽ ഇവ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയും കാലിയായി ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കൽ ആയുധങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 1973 യോം കിപ്പൂർ യുദ്ധത്തിന് പിറകെ 80കളിലാണ് അമേരിക്ക ഇസ്രായേലിലെ ദക്ഷിണ മരുഭൂപ്രദേശത്ത് ആയുധ സംഭരണശാല ആരംഭിക്കുന്നത്. ആവശ്യഘട്ടങ്ങളിൽ യുഎസ് സേനയ്ക്ക് ഉപയോഗിക്കാനെന്ന പേരിലായിരുന്നു കരാർ. 2000-ലെത്തിയതോടെ കര, നാവിക, വ്യോമസേനകൾക്ക് ആവശ്യമായ എല്ലാവിധ ആയുധങ്ങളും ഇവിടെ എത്തിക്കുകയും ചെയ്തു. WRSAE എന്ന പേരിലെ ആയുധ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം തുടക്കത്തിൽ യുഎസ് യൂറോപ്യൻ കമാൻഡിനായിരുന്നെങ്കിൽ പിന്നീടത് യുഎസ് സെൻട്രൽ കമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. 2006-ൽ ഹിസ്ബുള്ളക്കെതിരായ യുദ്ധത്തിലും 2014-ലും ഗാസയിൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇസ്രായേലിന് അമേരിക്ക അനുമതി നൽകിയിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ നിന്നുള്ള ആയുധങ്ങളാണ്. ശതകോടിക്കണക്കിന് ഡോളറുകൾ വരുന്ന അത്യാധുനിക ശേഖരം ഇസ്രായേൽ അവസരമാക്കുന്നതിനെതിരെ ലോകമെങ്ങും പ്രതിഷേധം പടർന്നിരുന്നു. ഇത് യുഎസിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കണക്കുകൾ പുറംലോകമറിയാത്തതിനാൽ ഗാസയെ ചാരമാക്കാൻ ഇതുതന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. യുഎസ് കോൺഗ്രസിന് മുമ്പാകെ പോലും ഈ ആയുധങ്ങളെക്കുറിച്ച് കണക്കുകൾ അവതരിപ്പിക്കേണ്ടതില്ലെന്നാണ് സൗകര്യം. പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 21,000-ലധികം പിന്നിട്ടിട്ടും ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേലിന് നൽകുന്ന അപകടകരമായ സഹായങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ സ്റ്റേറ്റ് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ജോഷ് പോൾ അടുത്തിടെ രാജിവെച്ചിരുന്നു. നേരിട്ട് കപ്പലിൽ എത്തിക്കുന്നത് പരസ്യവിമർശനം വരുത്തുമെന്നതിനാൽ ഈ ആയുധ സംഭരണ കേന്ദ്രം തുറന്നു നൽകുകയാണ് ബൈഡൻ അന്ന് ചെയ്തത്. ആയുധ കേന്ദ്രത്തിലെ ബോംബുകളിലേറെയും കൃത്യമായ ലക്ഷ്യസ്ഥാന കേന്ദ്രങ്ങളിൽ വർഷിക്കാൻ നിർമ്മിച്ചവയല്ലെന്നും ഇവയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഭീകരമാണെന്നും അടുത്തിടെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. M117 പോലെ ഇരുമ്പ് ബോംബുകൾ എന്ന പേരിലുള്ള ഇവ വിമാനത്തിൽ വന്ന് വർഷിച്ചാൽ വൻ ആഘാതമാണ് സൃഷ്ടിക്കുക. ഗാസയിൽ വർഷിച്ച 45% ബോംബുകളും ഇവയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം പലസ്തീനെതിരായ വംശഹത്യ തുടർന്നാൽ കടുത്ത തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യമനും രംഗത്തെത്തിയിട്ടുണ്ട്. പലസ്തീനിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളും ഗാസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണവും അവലോകനം ചെയ്യുന്നതിനായി യമനിലെ സായുധ സുരക്ഷാ സേനകളുടെ നേതാക്കൾ നടത്തിയ യോഗത്തിനു പിന്നാലെയായിരുന്നു യമൻ്റെ പ്രതികരണം. പലസ്തീനെതിരായ ആക്രമണങ്ങൾ തുടരുകയോ യമൻ്റെ സുരക്ഷയും പരമാധികാരവും ലംഘിക്കുവാനും യമനെതിരെ ആക്രമണം ആരംഭിക്കുവാനും തയ്യാറെടുക്കുന്നുവെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നായിരുന്നു യമൻ മേജർ ജനറലും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് അൽ അത്തിഫി പറഞ്ഞത്. യമന് മുൻപിൽ നിരവധി സാധ്യതകളുമുണ്ട്. ആവശ്യമെങ്കിൽ അവ സ്വീകരിക്കാൻ മടിക്കില്ല എന്നായിരുന്നു രാജ്യത്തെ സൈനിക സുരക്ഷാ നേതാക്കളുടെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത്തിഫി പറഞ്ഞത്. സായുധ സേനയുമായി സഹകരിച്ചും ഏകോപനത്തോടെയും തങ്ങളുടെ ജോലി നിർവഹിക്കാൻ എല്ലാ സുരക്ഷാ സേനകളും തയ്യാറാണെന്നും അവർ ജാഗ്രതയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ യമൻ്റെ നിലപാട് വ്യക്തമാണ്. മാനുഷികപരമായ സമീപനമാണ് ഞങ്ങൾ ഇതിൽ സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് അത്. മാത്രമല്ല അത് ധാർമ്മികവുമാണെന്നും മുഹമ്മദ് അൽ അഫീദി പറയുന്നുണ്ട്. കടൽ സൈനികവൽക്കരിക്കുകയും ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന സേവനവും അന്താരാഷ്ട്ര സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇതിൻ്റെ അനന്തരഫലങ്ങൾ ഭീകരമായിരിക്കുമെന്ന് ഞങ്ങൾ യുഎസിന് മുന്നറിയിപ്പ് നൽകുന്നതായും യമൻ നേതാക്കൾ പറയുന്നുണ്ട്. തന്ത്രപ്രധാനമായ ജലപാതയിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം തടയാനായി യുഎസ് നേതൃത്വത്തിൽ രൂപീകരിച്ച സഖ്യം പരാജയപ്പെടുമെന്നതിൽ സംശയമില്ല. യുഎസിൻ്റെ ഈ തന്ത്രം പരാജയമാകും. പലസ്തീനെ അടിച്ചമർത്താമെന്ന് ചിന്തിക്കുന്ന ഏതൊരു സേനയെയും ഞങ്ങൾ തടയുന്നതാണ്. ഇക്കാര്യത്തിൽ യമൻ സ്വീകരിക്കുന്നത് ഉറച്ച നിലപാടാണെന്നും നേതാക്കൾ പറയുന്നുണ്ട്. യമനിലെ എല്ലാ സുരക്ഷാ സേനകളും സായുധ സേനകളും തങ്ങളുടെ കടമ നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. യമനിലെ നേതാവ് അൻസറുല്ലയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അവർ പ്രതിജ്ഞാബദ്ധമാണ്. ചെറുത്തുനിൽപ്പ് തുടരും. യമൻ ആഭ്യന്തരമന്ത്രിയും മേജർ ജനറലുമായ അബ്ദുൽ കരീം അൽ ഹുത്തി പറയുന്നതും ഇങ്ങനെയാണ്. വാഷിംഗ്ടണും സഖ്യകക്ഷികളും യമനെതിരെ സൈനിക ആക്രമണം നടത്തിയാൽ ചെങ്കടലിൽ യുഎസ് സൈനിക യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും സായുധസേന മടിക്കില്ലെന്നും യമൻ നേരത്തെ അറിയിച്ചിരുന്നതാണ്. പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണച്ചും ഇസ്രായേലിന് സൈനിക സഹായം നൽകിക്കൊണ്ടും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിലടക്കം യമൻ സൈന്യം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു.